പഠിക്കുന്ന കാലത്തെ ലവ് റിലേഷൻഷിപ്പ് ഇതിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടൈമും എനർജിയും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്സിന് കൊടുക്കുന്ന സമയത്തും ആ ഫ്യൂച്ചർ നിങ്ങളുടെ ഗോളിലും ലക്ഷ്യത്തിനൊക്കെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾ നേരെ മാരേജിലോട്ടായിരിക്കും കിടക്കുക. ഈ മാരേജിലേക്ക് കടന്ന് കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിലെ ചലഞ്ചസ് വരും. ദാമ്പത്യ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, കരിയർ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴേക്കും വൈകിട്ടും ഉണ്ടാവും. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ലവ്, എക്സ്ട്രാ റിലേഷൻഷിപ്സ് കാര്യങ്ങൾ തൽക്കാലം സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ടൈമും എനർജിയും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള അടിത്തറ എന്ന് പറയുന്നത് അതാണ്. നേരത്തെ തോന്നിയ അട്രാക്ഷൻ റിയൽ ആണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സോ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, ബട്ട് റൈറ്റ് നൗ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനും കരിയറിനും വേണ്ടിയിട്ട് കൊടുക്കേണ്ട എനർജിയും ടൈമും ആണ് എന്നുള്ളതാണ്. സോ ടേക്ക് കെയർ ഫ്രം ദ അതർ ട്രാപ്സ്.